ഗൈസ്, ഞാനിന്ന് ഇട്ട് തന്നേക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ഇന്ന് പുലർച്ചെ സംഭവിച്ചിട്ടുള്ള 2:30 സംഭവിച്ചിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൻ്റെ സംഭവിച്ച സ്ഥലത്തിൻ്റെയും ആ ബസ്സിൻ്റെയും അവസ്ഥ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിഗുരുതരമായിട്ടുള്ളൊരു ആക്സിഡൻ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ബസ്സിൻ്റെ ഗ്ലാസുകളും മറ്റും പൊട്ടിച്ച് വണ്ടി ആക്സിഡൻറ്റ് പെട്ടപ്പോൾ പൊളിഞ്ഞതും ആയിട്ട് പല ഇതും ബസ്സിന് കേടുപാടുകളുണ്ട്. അപ്പം കോഹിനൂർ എന്ന ട്രാവൽസിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡറിന് മുകളിൽ കയറി ബാലൻസ് തെറ്റി താഴേക്ക് മറിയുകയായിരുന്നു. അപ്പോൾ മറിഞ്ഞ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളും ആ ഡിവൈഡറിൻ്റെ ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പം ഇതാണ് ഈ ബസ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്ലീപ്പർ കോച്ച് ബസ്സായിരുന്നു. അപ്പം ആളുകൾ രക്ഷിക്കാൻ വേണ്ടി ഗ്ലാസ് പൊളിച്ചതുണ്ട്. അതുകൂടാതെ ഈ മറിഞ്ഞ സമയത്ത് പൊളിഞ്ഞ ഭാഗങ്ങളുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി കണക്ഷനുകളൊക്കെ ഇവർ ഊരിയിട്ടേച്ച് ഇവർ മണ്ണൂർവളവ് ടൗണിലൊരു സ്ഥലമുള്ള ഭാഗത്തേക്ക് കൊണ്ട് ബസ് ക്രെയിനിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കുവാണ്. അപ്പം നമ്മുടെ വീണ സ്ഥലത്തെ ദൃശ്യങ്ങൾ ഇതിന് പിന്നാലെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരാൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പിന്നെ ഒരാളുടെ നില ഗുരുതരമാണെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പം ഇവിടെ എൻ്റെ വീടിനടുത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ അവസ്ഥയും ആ സംഭവിച്ച സ്ഥലവും ഒന്ന് വീഡിയോയിൽ കൂടെ അറിയിക്കാം എന്ന് കരുതി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. അപ്പം ഈ ഡ്രൈവർ ഇനി ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളത് അറിയത്തില്ല. അതൊക്കെ നിഗൂഢമായി കിടക്കുകയാണ്. ആളുകൾ പല വ്യാധിയും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ അറിയാതെ നമ്മളൊന്നും പറഞ്ഞ് ആരെയും ഇതാക്കാൻ പാടില്ലല്ലോ. അതാണ് ആളുകൾ ചെയ്യുന്നത്. ആളുകൾ വെറുതെ അവരുടെ മനസ്സിൽ തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞു ഡ്രൈവർ വെള്ളമടിച്ചാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതായെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വിവരം അറിയത്തില്ല. വെറുതെ നമ്മൾ പ്രചരിപ്പിച്ചതിനെ കൊണ്ട് കാര്യം കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വെക്കുന്നതിനേക്കാൾ നല്ലത് അത് അങ്ങനെ തന്നെ വെക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലം എന്ന് പറയുന്നത്. ഈ താഴോട്ടാണ് നമ്മുടെ ബസ് മറിഞ്ഞിട്ടുള്ളത്. ഈ സൈഡിലുള്ള കമ്പി അടക്കം താഴോട്ട് പോയിട്ടുണ്ട്. ആ കമ്പി അത് നിന്നിരുന്ന കോൺക്രീറ്റ് അതെല്ലാം കൂടെ താഴോട്ട് പോയി. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മരങ്ങളും കാര്യങ്ങളും ഒടിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലെ നമ്മുടെ ഈ കേബിളിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണൂർ വളവ് പൂച്ചേരിക്കുന്നിനും നമ്മുടെ പഴയ ബാങ്കിനും ഇടയ്ക്ക് ഉള്ള വളവിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ താഴോട്ട് പോയിട്ട് താഴെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് പോകുമ്പോൾ അത് അവിടെ പോസ്റ്റൊക്കെ പൊട്ടിക്കിടക്കുന്നത് കാണാം ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും കിടക്കുന്നത് കാണാം. വണ്ടിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും. വേറെ ഒരു അപകടം പിടിച്ച സംഗതിയാണിത്. ഇപ്പം വണ്ടിയിൽ ഡ്രൈവർ ഇപ്പോൾ ഉറങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സൈഡാക്കി ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പോവുക. അല്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കാം എന്നുള്ള ഇതിൽ പോവുക എന്നുണ്ടെങ്കിൽ പല അപകടങ്ങളും സംഭവിക്കാം. ഈ ഡ്രൈവർ ഉറങ്ങിയതാണെന്നല്ല, പക്ഷെ എന്തായാലും കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വയ്യല്ല അറിയാൻ പറ്റത്തുള്ളൂ.
അപ്പം സ്വതവേയുള്ള കാര്യം പറയാം. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏത് വണ്ടിയാവട്ടെ, വലിയ വണ്ടിയാവട്ടെ ചെറിയ വണ്ടിയാവട്ടെ, നമുക്കൊരു മയക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒതുക്കി അത് നമ്മുടെ ഒരു അരമണിക്കൂർ ഒന്ന് മയങ്ങി മുഖവും കണ്ണും ശരിക്ക് കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സാവധാനത്തിൽ പിന്നെ വണ്ടി എടുത്ത് പോവുക. ഇത് ഇപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ ഉപകാരപ്പെടും. ഇവിടെ ബസ്സിലെ സാധനങ്ങളും ബസ്സിലെ ആളുകളുടെ ഫുഡും അവർ കൊണ്ടുപോകുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത്. ഇത് ഈ വീണ സ്ഥലത്ത് ആ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവസാനം നമ്മുടെ ഡിവൈഡറിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ബസ്സിലുണ്ടായിരുന്ന സാധനങ്ങളാണ്. മിക്സ്ചർ, അതുപോലെ തന്നെ പല ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ഈ ബസ്സിൽ അവർ ദൂരെ യാത്ര പോകുന്ന ബസ്സാണ്. എനിക്കറിയത്തില്ല, ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ബസ്സാണ്. അപ്പം അത് മറ്റേതൊരു ദൂര സ്ഥലത്ത് കേരളത്തിന് വെളിയിലോട്ട് പോകുന്ന ബസ്സാണ്. അപ്പം അങ്ങനെ പോകുന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടേക്കുന്നത്. അപ്പം ബസ്സിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് മുകളിലോട്ട് തന്നെ കയറുകയാണ്. ഇവിടെ കേബിളിൻ്റെ ആളുകൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന, കേബിളിൻ്റെ പണിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന. നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് ഡിവൈഡറിൻ്റെ കാഴ്ചകളൊന്ന് നോക്കാം. ഇത് ഡിവൈഡറിൻ്റെ മുകളിൽ ആദ്യം വണ്ടി കയറി ഡിവൈഡറിൻ്റെ താഴത്തോട്ട് ചാടി പിന്നെ ഇത് സൈഡിൽ എഴുതിക്കൊണ്ട് പോകുന്നതാണ് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഇതുവരെയുള്ള ആളുകളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾക്കും ഞാൻ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ടയർ വരഞ്ഞതിൻ്റെ പാടുകളൊക്കെ നമുക്ക് ആ ഡിവൈഡറിൻ്റെ പരിസരത്ത് കാണാം. ഡിവൈഡറിൻ്റെ സൈഡിലും മറ്റുമായിട്ട് കാണാം. ഡിവൈഡറിൻ്റെ ടേപ്പും മറ്റും പൊളിഞ്ഞേക്കുന്നത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മുടെ ബസ് കയറിയ ഡിവൈഡർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇടതുവശത്ത് കാണുന്ന ഡിവൈഡറാണ്. ബസ് വന്ന ടയറിൻ്റെ പാടുകളാണ് നിങ്ങളിപ്പോൾ താഴെ കാണുന്നത്. ഇങ്ങനെയാണ് ബസ് വന്നേക്കുന്നത്. ആ ഡിവൈഡറിന് മുകളിൽ കയറി ചാടിയ ഡിവൈഡറിന് മുകളിൽ ബസ് കയറി പിന്നെ ബസ് താഴെ ചാടിയപ്പോഴേക്കും ബസ്സിൻ്റെ ഡ്രൈവറുടെ ബാലൻസ് പോവുകയാണ്. അവിടെ ബസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ബസ് പെട്ടെന്ന് നേരെ ആക്കാനുള്ള ശ്രമത്തിനിട്ട് താഴോട്ട് മറിയുകയും ആണ് ഉണ്ടായതെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. ഈ ഡിവൈഡറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ടയർ വരുത്തിയതിൻ്റെ പാടുകളൊക്കെ കാണാം. ടേപ്പ് പൊളിഞ്ഞതൊക്കെ കാണാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഡിവൈഡറിന് മുകളിലുണ്ടാകുന്ന നമ്മുടെ ഹസാർഡ് സിമ്പിൾസുകൾ ഇപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ഹസാർഡ് ബോർഡ് അടക്കം നമുക്ക് അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്, ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അത് ആ തലക്കിൽ ആണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് ഇപ്പം തൽക്കാലം ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മുതലിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് ഇതൊക്കെ ഒടിഞ്ഞ് ഹസാർഡിൻ്റെ ആ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നത്. ഈ കറുത്ത ഡോട്ട് പോലെ കാണുന്ന ഇത് ഈ ഒരു ഹസാർഡിൻ്റെ ഈ സിമ്പിൾ ഒടിഞ്ഞ് ഇതാണ് ഈ ഒരു കറുത്ത ഡോട്ട് പോലെ കാണുന്നത്. ഈ ഒരു കറുത്ത ഡോട്ടും അത് തന്നെ ബസ് ഇതിന് മുകളിലൂടെ കയറി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ അറ്റത്തോട്ട് എത്തുകയാണ്. നമ്മൾ ആ ഡിവൈഡറിൻ്റെ തുടക്കത്തിലോട്ട് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഡിവൈഡറിൻ്റെ ഇരുവശങ്ങളിലും ഇപ്പോൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഡിവൈഡറിൻ്റെ വക്കുകളൊക്കെ പൊട്ടിയത് കാണാം. പിന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് അവിടെ വെച്ചിട്ടുണ്ട്. ബസ് കയറിയ ടയറിൻ്റെ പാടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ബസ് ഇതിന് മുകളിലേക്ക് കയറിയത് എന്നാണ് തോന്നുന്നത്. ആ ഡിവൈഡർ ആ ഒരു ബോർഡ് ഇടിക്കുകയും ബോർഡ് അവിടെ ബെൻഡായി കിടക്കുകയും
അതിന് മുകളിലൂടെ ബസ് കയറുകയുമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ്